നേരമായി കിടന്നുറങ്ങാൻ തുടങ്ങിയിട്ട്. സ്കൂളിൽ പോകുന്നു വേണ്ടേ? എണീറ്റ് വാ. എന്താ രാവിലെ തന്നെ? വൈകിട്ട് എനിക്കൊരു പരിപാടി ഉണ്ടോ, അതുകൊണ്ടാ ഞാനിപ്പോ വന്നു. പിടിച്ചോ. നിന്റെ സ്കൂളിൽ നിന്ന് ഒരു 2-3 പിള്ളേരെ സെറ്റ് ആക്കാൻ പറ്റുമോ? നിനക്ക് നല്ല ലാഭം ഉണ്ടാവും. നോക്കട്ടെ. അപ്പോ അന്ന് പ്രധാനപ്പെട്ട ജോലി എന്താണ്? കൃഷിയായിരുന്നു അല്ലേ? അന്ന് നമുക്ക് നെല്ലാമ്പതിയിൽ കിട്ടാലോ. അതാവുമ്പോ ഒരു 2,500 വരും. ഇവിടെ മൊത്തത്തിലാണോ? ഒരാൾക്കാണ് 2,500. ഓൻ പറഞ്ഞതിലും കാര്യണ്ട്. നെല്ലിയാമ്പതി ആകുമ്പോ സീന് വൈബേക്കാരം. എടാ എന്റെ കാര്യം ഡൗട്ടാണ്. പോവാണെങ്കിൽ നമ്മളെല്ലാരും പോകും, ഒരാളെ മാത്രം ഒറ്റക്കാക്കും. നോ ക്യാഷ് ബ്രോ. എടാ വീട്ടിൽ പോയി കാര്യം പറയും. പൈസ കിട്ടിയില്ല നമുക്ക് സെറ്റാക്കാം. പ്ലീസ് നടക്കില്ല അജു. അവന്മാരെല്ലാം പോകുന്നുണ്ട്. എന്തിനാണ്? കൂട്ടുകൂടി അലമ്പാവാനല്ലേ? അലമ്പൊന്നും ഇല്ല, എന്തായാലും നടക്കില്ല. എടാ നീ വിഷമിക്കണ്ട, വേറൊരു വഴി ഉണ്ട്. വേറെന്ത് വഴി? എടാ നീ ചോദിക്കാറില്ലേ ഞാനും ജിത്തുവേട്ടനും എന്താ ബന്ധമെന്ന്? അയാൾ എല്ലാ ദിവസവും ഒരു ബോക്സ് തരും. അതിനകത്ത് ഒരു ഐറ്റം ഉണ്ട്. ഞാനത് ചില ഷോപ്പുകളിൽ കൊണ്ടുകൊടുക്കും. അതിന് അയാൾ കുറച്ച് കാശും തരും. ആ വഴി ഒന്ന് നോക്കിയാലോ? എന്താണ് ഐറ്റം? അത് സീനുണ്ടോ? അതൊക്കെ എന്ത് സീനും? ആരെങ്കിലും അറിഞ്ഞാലല്ലേ സീനും. ഇപ്പൊ ആരെങ്കിലും അറിഞ്ഞാലും നമ്മളൊക്കെ പിള്ളേരല്ലേ. നീ ആലോചിച്ചിട്ട് പറ. ഞാൻ റെഡി. ഹലോ, ഇത് അമലിൻ്റെ വീടല്ലേ? ഇത് ആട്ടിരി സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മകനെ ഒരു ചെറിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് വരിക. ഓക്കെ? നിങ്ങളെ മോനെ കൂടി എന്ന് കൂട്ടുകൂടി അന്ന് തുടങ്ങിയതാണ്. നിങ്ങളുടെ മോൻ തന്നെയാണെന്നുള്ളതിന് എനിക്ക് യാതൊരു മാറ്റത്തല്ലാതെ എൻ്റെ മോൻ അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടില്ല. എന്താണ് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്റെ മോനല്ല, എന്റെ മോനല്ല, നിങ്ങളുടെ മോനെ
എന്തിനാ ആൻറ്റി എൻ്റെ അമ്മയോട് ഇതെല്ലാം പറഞ്ഞത്? പറ ആൻറ്റി, പറ ആൻറ്റി. ലഹരി മനുഷ്യരെ നാശത്തിലേക്ക് എത്തിക്കുന്ന ഒരു ലൂപ്പാണ്. അതിൻ്റെ ഉപയോഗം സ്നേഹവും കരുണയും മനുഷ്യരിൽ നിന്നും അകറ്റുന്നു, ബന്ധങ്ങളെപ്പോലും തിരിച്ചറിയാതാവുന്നു. സോ ഡോണ്ട് യൂസ് ഡ്രഗ്സ് ആൻഡ് ബി ഗുഡ്.